നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും പുതുവത്സര ആശംസകൾ. പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഡിസംബർ 31 വർഷം സമാപിക്കുന്നു. വീണ്ടും ജനുവരി 1 മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം. 2025 ഡിസംബർ 31 വളരെ പെട്ടെന്ന് കഴിഞ്ഞു. 26 ജനുവരി 1 നാളെ മുതൽ ആരംഭിക്കും. നാം കേരളീയർ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിന്. പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമാണ്. മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും. മേടം 1 നമുക്ക് മേടം 1 വിഷുവാണ്. അതും ഒരു വലിയ ആരംഭമാണ്. വിഷുവർഷമാണ് നാം വാർഷിക ഫലം പറയാറുള്ളത്. ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ 1/1/2026 ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം, ശുഭനക്ഷത്രമാണ്, ശുഭതിഥിയാണ്. അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ്? അയാൾ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു: ആരോഗ്യം, അഖിലാഭീഷ്ട കാര്യസിദ്ധി, ധാര ആത്മജാതിഭിർ ഹർഷഃ ഭാഗ്യമിത്യുദിതം ബുധൈഹി. പണ്ഡിതന്മാർ ഭാഗ്യമെന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു: ആരോഗ്യം, ഹെൽത്ത് ഉണ്ടാവുക, അഖിലാഭീഷ്ട കാര്യസിദ്ധി, താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക, ധാര ആത്മജാതിഭിഹി ഹർഷഃ, തൻ്റെ ഭാര്യ, സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം. ഇതാണ് ഭാഗ്യം. അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമാത്രമല്ല, അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു. അന്യായമായി വെട്ടിപ്പിടിക്കുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല. ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്: അന്യായേന ആർജിതം ധനം തന്യായേന വിനശ്യതി. അല്ലയോ, അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും. പ്രാപ്തേതു ഷോഡശേ വർഷേ സമൂലം തദ് വിനശ്യതി. അങ്ങനെ ധനം നശിക്കും. നശിച്ചില്ലെങ്കിൽ 16ാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു. നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ്. അപ്രകാരമാണ് അന്യായമായി പിടിച്ചു പറിച്ചുണ്ടാക്കിയ സ്വത്തുവകകൾ MLA മാർ, MP മാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു. അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു. എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട്. ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങളിൽ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ്. 1201 ധനു 17 മുതൽ 23 തീയതി വരെയുള്ള 1/1/2026 മുതൽ 7/1/2026 വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ്. ഇടവത്തിൽ ചന്ദ്രനുണ്ട്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, ധനുവിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ. പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശക്തമായ ഗ്രഹസാന്നിധ്യമുള്ള വാരമാണിത്. രാശിയിൽ രാഹുവാണ്, 2-ൽ ചൊവ്വ, 4-ൽ ചന്ദ്രൻ, 5-ൽ വ്യാഴം, 7-ൽ കേതു, 11ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും കൂടെ നിൽക്കുന്നു. അതിനാൽ കുംഭൻ രാശിക്കാർക്ക് ഈ വാരം വളരെ ശ്രേയസ് ഉണ്ടാക്കുന്ന വാരമാണ്. നിങ്ങൾ അറിയണം, അതൊരു ഊർധ്വമുഖ രാശിയാണ്. പുതിയ പദ്ധതി, തുടക്കം, ആരംഭം, സ്ഥിരമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അത് ജോലി സ്ഥിരത ഉണ്ടാകാം, അല്ലെങ്കിൽ സ്ഥിരമായൊരു ഭൂമി വാങ്ങാൻ വളരെ നല്ലതാണ്. കർമ്മ മേഖലയിൽ നല്ലൊരു പദ്ധതി, പഠന വിഷയത്തിലേക്ക് കൂടുതൽ വ്യാപരിക്കുക, സിനിമാ മേഖല, എഴുത്ത്, ഡാൻസ്, നൃത്യാദികൾ, പാട്ടുകാർ, ഇവർക്കൊക്കെ ഏറ്റവും അനുകൂലമായൊരു വാരമാണിത്.
അവർക്ക് ഫ്ലറിഷ് ചെയ്യാം, യാത്രയിൽ അവർക്ക് സൗഭാഗ്യങ്ങൾ വരും. അപ്രകാരം തന്നെ സന്താന വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. യവർഷം വരാതെ നോക്കണമെന്ന് മാത്രം. 5-ൽ വ്യാഴം വരുമ്പോൾ സുതേ വിദ്യമാനെ വയോന്തേ വിഭൂതി ഫലോപദ്രവ പാകകാലേ ഫലസ്യ. ഫലം പഴുത്ത് പാകമാകുമ്പോൾ പുഴുക്കുത്ത് വരുമെന്നാണ്. മക്കളുടെ കാര്യത്തിൽ പല കാര്യങ്ങളിലും താൻ ആഗ്രഹിച്ചത് അവസാന സമയം നഷ്ടപ്പെടാത്ത അവസ്ഥ വരും. 5-ൽ വ്യാഴം വരുമ്പോൾ അങ്ങനെയാണ്. പുത്രകാരകനായ വ്യാഴം 5-ൽ വന്നാൽ മക്കളെ കൊണ്ട് തലവേദന വരും. പലപ്പോഴും ഒരുപക്ഷെ മക്കളെ വളരെ പ്രതീക്ഷ അർപ്പിച്ച് വലിയ കാശൊക്കെ കൊടുത്ത് പഠനത്തിന് അയച്ചാൽ അവർ പകുതിയാകുമ്പോൾ അത് ഉപേക്ഷിച്ച് വരുന്ന സമയമാണിത്. അതിനാൽ സന്താന വിഷയത്തിലേക്ക് ക്ലേശങ്ങളെ നോക്കണം. മക്കളുടെ പേരിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നോക്കാൻ 11 വയസ്സിന് താഴെയിലെ മക്കളുടെ പേരിൽ കർഗഹോമവും 12 മുതൽ അങ്ങോട്ടുള്ള കുട്ടികളിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഗുണമായിരിക്കും കുംഭൻ രാശിക്കാർക്ക്. ഇവിടെ കുംഭൻ രാശിക്ക് ജോലിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ശാരീരികമായി ന്യൂറോ ബാലൻസ് ശ്രദ്ധിക്കണം. കുംഭൻ രാശി ഹൃദ്രോഗത്തെ ഉണ്ടാക്കുന്ന രാശിയാണ്. കുംഭൻ രാശി കേൾവിയെ ബാധിക്കുന്ന രാശിയാണ്. അപ്പോൾ എയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളാവും. 4-ൽ ചന്ദ്രനുണ്ട്. 4-ൽ ചന്ദ്രൻ വളരെ നല്ലതാണ്. യഥാ ബന്ധുഗോ ബാന്ധവേര് അത്ര ജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. കർമ്മമേഖലയിൽ തനിക്കൊരു അധികാരം ലഭിക്കും. വയസ്സാദ്യമേ താദശം ദൈവ സഖ്യം സുധസ്ത്രീ കാണാതെ ദോഷമായാതി സമയം. പുതിയ ബന്ധുക്കൾ വരും. സന്താനങ്ങൾ മക്കളുമായി ബന്ധപ്പെടുന്ന ധാരാളം സന്തോഷകരങ്ങളായ നിമിഷങ്ങൾ പ്രദാനം ചെയ്യപ്പെടും. ആരാൽ? നമ്മുടെ ഈ 4-ൽ നിൽക്കുന്ന ചന്ദ്രനാണ്. അത് വെളുത്ത പക്ഷത്തിലെ ബലവാനായ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ വ്യാഴത്തിന് സുനഭായോഗം കൊടുക്കുന്നു. ജീവേ അർത്ഥധർമ്മ സുഖഭാഗ് നൃപപൂജിത. രാജാവ് പൂജിക്കുക, അംഗീകരിക്കുക, ഇങ്ങനെ ധാരാളം മെച്ചങ്ങൾ ലഭിക്കും. ആർക്ക്? കുംഭം രാശിക്കാർക്ക്. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കുംഭൻ രാശിക്കാർക്ക് ഈ വാരത്തില്ല. ഐ എം സോ ഹാപ്പി. ഇന്നത്തെ 12 രാശികളിലും കുംഭൻ രാശിക്ക് ഒരു ഊർധ്വമുഖ രാശിയാണ്. നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അവിടെ ശുക്രൻ നല്ലതാണ്, ബുധൻ നല്ലതാണ്, കർമാധിപനെ ചൊവ്വ നല്ലതാണ്. അധികാരം ചിന്തിക്കേണ്ടത്, തൻ്റെ വ്യക്തിത്വത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള സൂര്യൻ ബലവാനാണ്. എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനോട് കൂടി ചെയ്താൽ കുംഭൻ രാശിക്കാർക്ക് വളരെ ഗുണം വരും. ഒരു സംശയവുമില്ല. നന്ദി, നമസ്തേ.